ആമ്പിളാറില്ല റിലേഷൻഷിപ്പിന് മുന്നും എന്ന് വെച്ചാൽ പെണ്ണിനെ കിട്ടുന്നതിന് മുന്നും പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞും തമ്മിൽ ഭയങ്കര ടു സ്പീഷീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ പെണ്ണിനെ കിട്ടുന്നതിന് മുന്നിൽ ഇവർ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഫ്രീ എന്ന് പറഞ്ഞാൽ പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാവരും ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ ഇടുന്ന മെസ്സേജ് ഇൻസ്റ്റന്റ് മണി പോലെ റിപ്ലൈ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തേൻ വിളിക്കുന്ന വാക്കുകളായിരിക്കും. എന്ന് വെച്ചാൽ മുത്തേ പൊന്നെ ചക്കര തക്കാളി വെണ്ടയ്ക്ക എന്നൊക്കെ ഇവർ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫ്രണ്ട്സും ചങ്കുമായ ഇവരുടെ ബ്രോസ് ഇല്ലേ, ഇവന്മാരൊക്കെ കുറച്ച് നാളത്തേക്ക് ഇവർ മറന്നു. പെണ്ണിനെ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ. കിട്ടി അങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ അവിടാണ് ഇവരുടെ ഗെയിം സ്റ്റാർട്ട്. ഇവർ ഭയങ്കര ബിസി ആയിരുന്നു. ബിസി എന്ന് പറഞ്ഞാൽ പോലെ എന്റെ പൊന്നോ സിഇഒയുടെ കൊച്ചച്ഛന്റെ മോനാന്നൊക്കെ ഇവർ അഭിനയിച്ചോളും. അത്രയ്ക്കും ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ തേൻ വിളിക്കുന്ന വാക്കുകൾ പിന്നെ നമുക്ക് കേൾക്കാൻ കിട്ടത്തില്ല. അതൊക്കെ കുറച്ച് മുന്നേ ആ റിലേഷൻഷിപ്പിനെ പെണ്ണിനെ കിട്ടുന്നതിന് മുന്നായിരുന്നേ. പിന്നെ നമ്മൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യേ പോലും വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൾ ഓഫ് സഡൻ ഇവർക്ക് അമ്മ, അച്ഛൻ, കൊച്ചച്ഛൻ, അച്ഛമ്മ ഇവരെല്ലാരെയും ഇവർക്ക് ഓർമ്മ വരാൻ തുടങ്ങും. പിന്നെ നമ്മളിന്ന് രാവിലെ വിളിച്ചാൽ ഉറങ്ങി എണീറ്റേ ഉള്ളൂ, ഉച്ചയ്ക്ക് വിളിച്ചാൽ ഉറങ്ങുക, രാത്രി വിളിച്ചാൽ ഉറങ്ങാൻ പോവുക. മറ്റു 4-5 മണി വരെ കുത്തിയിരിക്കുന്ന ഇവന്മാർക്ക് 10 മണി ഇപ്പം ഡെഡ് ലൈൻ 10, 10, 11 മണിയൊക്കെ നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഇവർക്ക് ഉറക്കം വരും. അത്രയ്ക്കും കൃത്യനിഷ്ഠ ഇവർക്ക്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെ അറിയോ ഇവന്മാരെ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെയാണ് ഇവർ.